സംഖ്യാപുസ്തകം അധ്യായം 28. യഹോവ പിന്നെയും മോശെയോട് അരുളിച്ചെയ്തത്, എനിക്ക് സൗരഭ്യവാസനയായ ദഹനയാഗങ്ങൾക്കുള്ള എൻ്റെ ഭോജനമായ വഴിപാട് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കേണ്ടതിന് ജാഗ്രതയായിരിക്കാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കണം. നീ അവരോട് പറയേണ്ടത്, നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടുന്ന ദഹനയാഗം എന്തെന്നാൽ, നാൾതോറും നിരന്തര ഹോമയാഗത്തിനായി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 2 കുഞ്ഞാട്, ഒരു കുഞ്ഞാടിനെ രാവിലെയും മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്തും യാഗം കഴിക്കണം. ഇടിച്ചെടുത്ത എണ്ണ കാൽഹീൻ ചേർത്ത 1 ഇടങ്ങഴി മാവ് ഭോജനയാഗമായും അർപ്പിക്കണം. ഇത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി സീനായ് പർവ്വതത്തിൽ വെച്ച് നിയമിക്കപ്പെട്ട നിരന്തര ഹോമയാഗം. അതിൻ്റെ പാനീയയാഗം കുഞ്ഞാടൊന്നിന് കാൽഹീൻ മദ്യമായിരിക്കണം. അത് യഹോവയ്ക്ക് പാനീയയാഗമായി വിശുദ്ധ മന്ദിരത്തിൽ ഒഴിക്കണം. മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്തെ യാഗം കഴിക്കണം. അതിനെ രാവിലത്തെ ഭോജനയാഗവും അതിൻ്റെ പാനീയയാഗവും പോലെ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി അർപ്പിക്കണം. ശബത്ത് നാളിലോ 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 2 കുഞ്ഞാടിനെയും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവും അതിൻ്റെ പാനീയയാഗവും അർപ്പിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും പുറമെ ഇത് ശബത്ത് തോറുമുള്ള ഹോമയാഗം. നിങ്ങളുടെ മാസാരംഭങ്ങളിൽ നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 കുഞ്ഞാടിനെയും കാള ഒന്നിന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 3 ഇടങ്ങഴി മാവും ആട്ടുകൊറ്റന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവും കുഞ്ഞാടൊന്നിന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 1 ഇടങ്ങഴി മാവും അർപ്പിക്കണം. അത് ഹോമയാഗം, യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം തന്നെ. അവയുടെ പാനീയയാഗം കാളയൊന്നിന് അരഹീൻ വീഞ്ഞും ആട്ടുകൊറ്റന് ഹീനിൻ്റെ 1/3 കുഞ്ഞാടൊന്നിന് കാൽഹീനും ആയിരിക്കണം. ഇത് മാസാന്തരം അമാവാസി തോറുമുള്ള ഹോമയാഗം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും പുറമെ പാപയാഗമായി യഹോവയ്ക്ക് 1 കോലാട്ടുകൊറ്റനെയും അർപ്പിക്കണം. 1-ാം മാസം 14-ാം തീയതി യഹോവയുടെ പെസഹ ആകുന്നു. ആ മാസം 15-ാം തീയതി പെരുന്നാളായിരിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 1-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. എന്നാൽ നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 7 കുഞ്ഞാടിനെയും ദഹനയാഗമായി അർപ്പിക്കണം. അവ ഊനമില്ലാത്തവയായിരിക്കണം. അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവ് ആയിരിക്കണം. കാള ഒന്നിന് 3 ഇടങ്ങഴിയും ആട്ടുകൊറ്റന് 2 ഇടങ്ങഴിയും 7 കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഓരോ ഇടങ്ങഴിയും അർപ്പിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ പാപയാഗത്തിനായി 1 കോലാട്ടിനെയും അർപ്പിക്കണം. നിരന്തര ഹോമയാഗമായ രാവിലത്തെ ഹോമയാഗത്തിനു പുറമെ ഇവ അർപ്പിക്കണം. ഇങ്ങനെ 7 നാളും യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹനയാഗത്തിൻ്റെ ഭോജനം ദിവസം പ്രതി അർപ്പിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും പുറമെ ഇത് അർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. വാരോത്സവമായ ആദ്യ ഫല ദിവസത്തിൽ പുതിയ ധാന്യം കൊണ്ട് 1 ഭോജനയാഗം കൊണ്ടുവരുമ്പോഴും വിശുദ്ധ സഭായോഗം കൂടേണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. എന്നാൽ നിങ്ങൾ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 7 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗമായി എണ്ണ ചേർത്ത മാവ് കാള ഒന്നിന് ഇടങ്ങഴി 3 ആട്ടുകൊറ്റന് ഇടങ്ങഴി 2 7 കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഇടങ്ങഴി ഓരോന്നും നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ 1 കോലാട്ടുകൊറ്റനും വേണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും അവയുടെ പാനീയയാഗത്തിനും പുറമെ നിങ്ങൾ ഇവ അർപ്പിക്കണം.
അവ ഊനമില്ലാത്തവയായിരിക്കണം.